മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമാണ് കണ്ടത്. രാജ്യത്ത് തന്നെ സംസ്ഥാന സർക്കാർ, നമ്മുടെ സർക്കാർ മാത്രമാണ് പട്ടികജാതി പട്ടിക വിഭാഗക്കാർ, വനിതകൾ എന്നിവർക്ക് സിനിമാ നിർമ്മാണത്തിനായി പണം നൽകുന്നത്. ആ സവിശേഷതയെ അദ്ദേഹം സംശയിക്കുകയും അതൊന്നും വേണ്ടതില്ല, ഇത്രയൊന്നും പണം കൊടുക്കേണ്ടതില്ല എന്ന് നില സ്വീകരിക്കുകയും ചെയ്യുന്നു. സണ്ണി എം കപ്പിക്കാട് സാമൂഹ്യ നിരീക്ഷകനോടൊപ്പം ടെലിഫോണിലാണ്. സണ്ണി എം കപ്പിക്കാട്, പട്ടികജാതിക്കാർക്ക് 1.5 കോടി കൊടുക്കുന്നതിന് പകരം അത് 3 50 ലക്ഷം കൊടുക്കണം, കുറച്ച് ലിമിറ്റഡ് സ്വഭാവത്തിലുള്ള പടം എടുത്താൽ മതി, സൂപ്പർ സ്റ്റാർ പടം എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ കയ്യടിയും കിട്ടുന്നുണ്ട് കേട്ടോ ഈ പരിപാടിയിൽ അടൂരിന്. അത് അടൂരിന് കയ്യടി കിട്ടും. അതാണ് കേരളത്തിന്റെ ശാപം എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, എന്തിനായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സ്ത്രീകളിൽ നിന്നും വരുന്ന സിനിമാ പ്രവർത്തകർക്ക് സാമ്പത്തികമായ സഹായം കൊടുക്കാൻ തീരുമാനിച്ചത്? അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം സിനിമാ മേഖലയിലേക്ക് ഈ വിഭാഗങ്ങളിൽ നിന്ന് കാര്യമായ പ്രതിനിധാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ്. അവരുടെ പ്രാതിനിധ്യം കാണുന്നില്ല എന്നതാണ്. അതിന്റെ ഒരു കാരണം അവർക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുകയും 2 പേർക്ക് വീതം 1.5 കോടി രൂപ വീതം സിനിമ കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീകളുടെ സ്വതന്ത്രമായ മുൻകൈയും സ്വതന്ത്രമായ സാന്നിധ്യവും ഉണ്ടോ? ദളിതരുടെയും ആദിവാസികളുടെയും സ്വതന്ത്ര സാന്നിധ്യവും മുൻകൈയും ഉണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാതെ ഇത് ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മൾ തികഞ്ഞ സംശയത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, അതുകൊണ്ട് ഗവൺമെന്റിന്റെ പോളിസി വളരെ പ്രോഗ്രസീവ് ആയിരിക്കെ കേരളത്തിലെ മലയാളത്തിലെ സിനിമയിൽ ഇവരുടെ സാന്നിധ്യം തുലവും തുച്ഛമായിരിക്കെ അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് വിചാരിക്കേണ്ടതിന് പകരം എന്തുകൊണ്ടായിരിക്കും അടൂർ ഗോപാലകൃഷ്ണനെ പോലെ, ഒരുപക്ഷെ കേരളത്തിലെ സെലിബ്രിറ്റികളിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നത് ഇത് കൊടുക്കേണ്ടതില്ല. ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ അത് 1.5 കോടി കൊടുക്കേണ്ടതില്ല, 50 ലക്ഷം കൊടുത്താൽ മതി. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ സിനിമ പിടിക്കുമ്പോൾ സ്റ്റാറുകളെ വെച്ചൊന്നും പിടിക്കേണ്ടതില്ല, ഇവര് ഈ മാടക്കട നടത്തുന്നത് പോലെ എന്തെങ്കിലും കാര്യം ചെയ്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. മലയാളത്തിലെ ഏറ്റവും മെഗാസ്റ്റാറിനെ വെച്ചൊരു സിനിമ എടുക്കാനുള്ള പ്രാപ്തി ഇവരൂടി കൈവരിക്കണം എന്നുള്ളതാണ് ഈ പോളിസിയുടെ പിന്നിലെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെയാണ് അദ്ദേഹം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, അതിലും ഭീകരമായ കാര്യം, അവർക്ക് കർശനമായ 3 മാസത്തെ ട്രെയിനിങ് സ്ത്രീകൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും കൊടുക്കണം, സിനിമയിലേക്ക് വരുന്നവർക്ക് കൊടുക്കണമെന്നാണ് ഈ ആശാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്ന, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാവരും തന്നെ സിനിമാ മേഖലയുമായി ബന്ധമുള്ളവരും സിനിമയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിച്ചവരും അതിനെക്കുറിച്ച് ധാരണയുള്ളവരുമാണ്. അതാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുത്താൽ മതിയാവും. അതിന് പകരം ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് അവർക്ക് 50 ലക്ഷം കൊടുത്ത് അവരാദ്യം ചെറിയ സിനിമ പിടിക്കട്ടെ, എന്നിട്ട് പിന്നെ വലിയ സിനിമ പിടിക്കട്ടെ എന്നൊക്കെ അവർ തികഞ്ഞ ജാതി ബോധമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മനസ്സിൽ നിന്ന് പുറത്തു ചാടുന്നത്. ഇത്രയും ധിക്കാരപരമായി ഒരു ജനതയോട്, കേരളത്തിലെ സ്ത്രീകളോട്, കേരളത്തിലെ ദളിതരോട്, കേരളത്തിലെ ഗവൺമെന്റിനോട്, കേരളത്തിലെ പൗര സമൂഹത്തോട് ബോധ്യമുള്ള, കൈയടിച്ചവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബോധ്യമുള്ള പൗരസമൂഹത്തെ വെല്ലുവിളിക്കാൻ ഇയാൾ ആരാണെന്നാണ് ഈ പറയുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ ഈ ലോക സിനിമയിൽ എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്? മലയാളികൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ക്ലാസിക് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ അതിന്റെ അടുത്തെങ്ങും വരുന്ന ഒന്നല്ല. ഒരു സംശയമില്ലാതെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം എന്താണ്, ഇയാളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങളോടുള്ള പരമപുച്ഛമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട്. എത്ര ദളിത് പ്രതിനിധാനങ്ങളുണ്ട് അവിടെ? സ്ത്രീകളുടെ എത്ര സ്വതന്ത്ര മുൻകൈയുണ്ട്? എത്ര സ്ത്രീകളെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്? എത്ര ദളിതരെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്? ഉത്തരം പറയണം ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുകയും ഗവൺമെന്റ് അത് ചെയ്യുമ്പോൾ, ഗവൺമെന്റ് വെറുതെ ചെയ്യില്ലല്ലോ, അവരൊരു വസ്തുത പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വളരെ പ്രോഗ്രസീവായ പോളിസിയാണത്. പുതിയൊരു വിഭാഗത്തെ സിനിമാ മേഖലയിലേക്ക് ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് പോളിസിയാണത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അതിനെ റദ്ദ് ചെയ്യാനായിട്ട് കേരളത്തെ വെല്ലുവിളിക്കുന്ന ഈ ജാതി മേധാവിത്വ ബോധത്താൽ ജീർണമായ മനസ്സുള്ള ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക്, ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് കേരളം ചെവി കൊടുക്കരുത്, ഗവൺമെന്റ് ചെവി കൊടുക്കരുത്. ഇന്നലെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പരസ്യമായി തന്നെ അവിടെ തള്ളിപ്പറഞ്ഞു എന്നുള്ള സ്വാഗതാർഹമായ കാര്യമാണ്. സദസ്സിൽ നിന്ന് വൻ പ്രതിഷേധമുണ്ടായി എന്നതും
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം